ാകും. തന്റെ ആദ്യത്തെ 3 പടങ്ങൾ സൂപ്പർ ഹിറ്റും ഇൻഡസ്ട്രിയൽ ഹിറ്റും ഒക്കെ ആയൊരു നടൻ സിനിമയുടെ മാസ്മരികതയിൽ അഭിരമിച്ച് അഹങ്കരിച്ച് ഒരു സരോജ് കുമാർ ആകുന്നു. അഭിനയം തന്നെ ആരും പഠിപ്പിക്കണ്ട, തനിക്ക് അറിയാത്തതായൊന്നും സിനിമയിലില്ല എന്നൊക്കെയുള്ള ലെവലിൽ ഒരു കൂപമണ്ടൂകം ആകുന്നു. പിന്നീടുള്ള പടങ്ങളെല്ലാം പൊട്ടിപ്പാളീസായി അയാൾ പബ്ലിക്കിലും സിനിമാ സെറ്റിലുമെല്ലാം ഒത്തിരി ഇൻസൾട്ട് ചെയ്യപ്പെടുന്നു. വർഷങ്ങൾക്ക് ശേഷത്തിൽ നിതിൻ മോളിയെ മൈക്കിലൂടെ ബേസിൽ ചീത്ത പറയുന്നത് പോലെ ട്രെയിലറിൽ രഞ്ജിത്ത് ടോവിനോയെ ഇൻസൾട്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ അഹങ്കാരമൊക്കെ അടങ്ങി അയാൾ തന്റെ കഴിവില്ലായ്മയൊക്കെ സ്വയം തിരിച്ചറിയുന്നു. അയാൾക്ക് സ്വയം നന്നാവണമെന്ന ബോധം വരുന്നു. ബാക്കി നടക്കാൻ പോകുന്നതൊക്കെ സിനിമ കണ്ടു തന്നെ അറിയണം. പ്രധാന അഭിനേതാക്കളായി ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നത് ഡേവിഡ് പടിക്കൽ എന്ന അഹങ്കാരിയായ സിനിമാ നടനായി ടോവിനോയും ബാല എന്ന സഹായി അല്ലെങ്കിൽ ടോവിനോയെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ആളായി സൗബിനും, ലെനിൻ എന്ന കൂട്ടുകാരനായി ബാലു വർഗീസും, PK എന്ന പൈലിച്ചേട്ടനായി സുരേഷ് കൃഷ്ണയും ഉണ്ട്.